Hi friends, hello, welcome to my channel. ഇന്ന് നമ്മൾ കിച്ചണിൽ കടുമാങ്ങാച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഭരണിയിൽ നന്നായി കഴുകി തുടച്ച ഒരു ഭരണിയിൽ ആ മാങ്ങകളെല്ലാം വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാങ്ങ ഇടുക, കുറച്ച് ഉപ്പ് മേലെ വെതറി കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുക. ഭരണി നിറച്ച് നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് നമ്മൾ മാങ്ങ വെച്ച് നിരത്തി ലെയറാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ നല്ല ഉപ്പ്, കുറച്ച് കൂടുതൽ ഉപ്പ് മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുറുക്കി അടച്ച് വയ്ക്കുക. ഒരു 7 ഇപ്പം ഞാനിതൊരു 10 ദിവസം മുന്നേ ഇങ്ങനെ ചെയ്തു വെച്ചു. അതിന് ശേഷം 10 ദിവസത്തിന് ശേഷം നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ഉപ്പ് മാത്രം ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊന്ന് കുലുക്കി കൊടുക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ആ മാങ്ങയെല്ലാം ചുങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പിട്ട് വെച്ചതാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേട്ടോ, എല്ലാവരും ചെയ്യുന്നതുമാണ്. ഇനി ആ മാങ്ങകളെല്ലാം നമുക്കൊന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് അച്ചാർ ഇടുന്നതിനുള്ള വെള്ളം, വേറെ വെള്ളമല്ല എടുക്കുക, ഇതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്, ആ ഉപ്പ് മെൽട്ടായിട്ട് വരുന്ന വെള്ളം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെയാണ് നമ്മളുടെ കടുമാങ്ങയ്ക്കുള്ള മാങ്ങ കിട്ടുക. അപ്പോൾ കണ്ടോ, ആ ഭരണിയിൽ അടിയിൽ വെള്ളമുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ കാശ്മീർ ചില്ലി പൗഡറാണ് എടുക്കുന്നത്, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എത്രയാണോ നമ്മൾ മാങ്ങ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ മസാലക്കൂട്ടും വ്യത്യാസപ്പെടും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എണ്ണയോ വെളിച്ചെണ്ണയോ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം കടുക് ചതച്ചത്, പച്ചക്കടുക് ചതച്ചത്. പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഈ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കായപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ കായം നമുക്ക് സ്റ്റിക്ക് കിട്ടുമെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച പൊടി, മഞ്ഞൾപ്പൊടിയും പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് മെൽട്ടായിട്ട് വന്നിട്ടുള്ള ആ വെള്ളം പാകത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളുടെ ഈ മസാലകളെല്ലാം ഒന്ന് കലക്കിയെടുക്കാം. വളരെ വെള്ളം ലൂസായിട്ട് വേണ്ട, നമ്മളെ മാങ്ങയിലെല്ലാം അതിൻ്റെ കോട്ടിങ് ഉണ്ടാവണം. ആ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു മസാല കുഴച്ചെടുക്കാൻ. ഒരു സ്പൂണ് വെച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ എടുക്കുന്ന പാത്രങ്ങളും സ്പൂണുകളൊന്നും നനവുള്ളതാവരുത്, കാരണം ഇത് ഒരുപാട് സമയം നമ്മൾ ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങകൾ ഓരോന്നും ചേർത്ത് മസാല മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടുമാങ്ങ അച്ചാറിൻ്റെ കൂട്ട്. ഇനി ഇതൊരു ഭരണിയിലാക്കി വെച്ച് 1 മാസം കഴിഞ്ഞേ എടുക്കാവുള്ളൂ. 1 മാസം അതിൽ കൂടുതൽ എത്രത്തോളം ഇരിക്കുന്നു അത്രയും നല്ലത്. ഇനി ഇതെല്ലാം നമ്മളൊന്നുകൊണ്ട് മിക്സ് ചെയ്ത് ഒരു ഭരണിയിലാക്കി അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള മലയാളികൾ ആരുമില്ല അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കടുമാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭരണിയിലേക്ക് നനവില്ലാതെ തുടച്ച് വെയിലത്ത് ഉണക്കിയ ഒരു ഭരണിയിലേക്ക്, കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റി അടച്ച് വയ്ക്കാം. എന്നിട്ട് 1 മാസത്തിന് ശേഷം 2 മാസത്തിന് ശേഷം നമുക്കിത് എടുത്താൽ ഉപ്പെല്ലാം പിടിച്ച് പാകമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു അടാറ് വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.